ഹലോ, ഇത് സ്കോട്ട്ലൻഡിലെ നോർത്ത് കോസ്റ്റിലുള്ള വിക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ പുൾഡഗോൺ ഫാമാണ്. അപ്പം നമ്മുടെ സ്പ്രിംഗ് ബ്രേക്കിൻ്റെ ഭാഗമായിട്ട് സ്കോട്ട്ലൻഡിൽ നോർത്തിൽ വന്നേക്കുവാണ്. അപ്പം ഇന്ന് ഫാം ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹോളിഡേയ്സിന് വരുമ്പം ഫാമും അതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ അവരെ കൊണ്ട് കാണിക്കുക. ഒരുപാട് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാംസാണ് ഇവിടെ ഉള്ളതൊക്കെ. ഒരുപാട് ഏക്കേഴ്സ് ഓഫ് ലാൻഡ്സ് ഇവർക്കുണ്ട്. കഫറ്റേരിയ അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ഒക്കെ ഈ ഫാമുകൾക്കുള്ളിലുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ആനിമൽസ് ഉണ്ട്. നമുക്ക് ഫാമിൻ്റെ വിശേഷങ്ങൾ കാണാം. നമുക്ക് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാം. UK-യിൽ ഏറ്റവും കൂടുതൽ റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് സ്കോട്ട്ലൻഡ്. ഈ ട്വിൻ ബ്ലേഡ് വിൻഡ് ടർബൈൻ യൂസ് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയാണ്. ഈ ഗയ്യ എന്ന് പറയുന്ന കമ്പനി ഒരു ഡെൻമാർക്ക് കമ്പനിയായിരുന്നു. ഇപ്പോൾ ഇതൊരു സ്കോട്ടിഷ് കമ്പനിയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. എത്ര എഫക്റ്റീവായിട്ടാണ് ഈ റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഈ വിൻഡ് ടർബൈൻ. കെയ്ത്ത്നസ് എന്ന് പറയുന്ന കൗണ്ടി സ്കോട്ടിഷ് ഹിസ്റ്ററിയിലെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ NC 500-ലെ ഈ പുൾഡഗോൺ ഫാം ഏകദേശം 1925-ലാണ് തുടങ്ങിയത്. ഇതൊരു ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ നോർത്ത് കോസ്റ്റിലൂടെ വരുന്ന എല്ലാ യാത്രക്കാർക്കും ഫാമിലീസിനും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പുൾഡഗോൺ ഫാം. 2019 ഇവർ ഇത് റിഫർബിഷ് ചെയ്ത് ഒരു വലിയ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഒരു മോഡേൺ ഫാമും ആക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. ഫാമിലിയായിട്ട് നിങ്ങൾ ഹോളിഡേയ്സിന് പോകുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളായ ഫാം ഹൗസ്, പാർക്കുകൾ, അവിടെയൊക്കെ നിങ്ങൾ അവരെ കൊണ്ടുപോവുക. അവർക്ക് കഥകൾ വായിക്കാനും പാട്ടുകൾ കേൾക്കാനും കടൽ കാണാനും ഒക്കെ ആയിരിക്കും ഒത്തിരി മനസ്സിന് സന്തോഷം തരുന്നത്. പ്രത്യേകിച്ചും ആനിമൽസിനെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ അഡൽട്സ് എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് ട്രിപ്പ് നടത്തുമ്പോൾ അതിലുള്ള കുട്ടികളാണ് ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട്. അവരത് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യാറില്ല. പുൾഡഗോൺ ഫാമിന് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഗിഫ്റ്റ് ഷോപ്പ് തന്നെയുണ്ട്. നിങ്ങൾ സ്കോട്ട്ലൻഡിലെ ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. UK-യിലെ മറ്റ് സ്ഥലങ്ങളിലെ പോലെയല്ല, എല്ലാം സ്കോട്ടിഷ് ടച്ചുള്ള സംഭവങ്ങളാണ്. എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈഡ് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ പുൾഡഗോൺ ഫാം ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുമായിട്ട് ടൈപ്പ് ചെയ്ത് അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വിൽക്കുന്നുണ്ട്. ഇത് ഹൈലാൻഡിലെ സ്പെഷ്യൽ നമ്മുടെ ബോഡി വാഷും ക്രീംസും ഒക്കെ ഇവിടെ കിട്ടും. ഫാം ഹൗസുകളിലെ ഗിഫ്റ്റ് ഷോപ്പും അവിടുത്തെ പ്രൊഡക്ട്സും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അത് ലോകത്ത് എവിടെ പോയാലും അങ്ങനെയാണ്. കാരണം എല്ലാം ഓർഗാനിക് പ്രൊഡക്ട്സ് ആയിരിക്കും. അപ്പോൾ അതിന് അതിൻ്റേതായ കോസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ പുൾഡഗോൺ ഫാമിൻ്റെ വകയായിട്ട് അവർ ജിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിവിടെ വാങ്ങാൻ കിട്ടും. ഫാമിൽ നിന്നുള്ള നല്ല ഓർഗാനിക് മീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഹൈലാൻഡ് കൗ അല്ലെങ്കിൽ ഹീലാൻ കൂ എന്നറിയപ്പെടുന്ന സ്കോട്ടിഷ് സിഗ്നേച്ചർ പശുവിൻ്റെ ഇറച്ചിയൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടുമായിരുന്നു. ഈ ഷോപ്പിൽ അതുപോലെ തന്നെ ഓർഗാനിക് സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, കേക്ക്, സ്നാക്ക് ബാർസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ കുക്കിംഗ് സോസുകളും ഇവിടെ കാണാമായിരുന്നു. ഇൻക്ലൂഡിങ് ഇന്ത്യൻ കുക്കിംഗ് സോസും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എണ്ണമറ്റ ഡിസ്റ്റിലറികളുള്ള ഒരു രാജ്യമാണ് സ്കോട്ട്ലൻഡ്. അതുകൊണ്ട് ഇവിടെ ഹൈലാൻഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ മോൾട്ട് സ്കോച്ച് വിസ്കിയും കൂടെ കാണാൻ പറ്റി. അതുപോലെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ വിൽക്കാനുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ചാക്ക് നിറയെ ഓർഗാനിക് സ്പട്സ് കണ്ടാലോ. സ്പട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇൻഫോർമൽ ആയിട്ട് പൊട്ടാറ്റോസിന് പറയുന്ന ഒരു വേർഡാണ്. ഗിഫ്റ്റ് ഷോപ്പിന്റെ വിശേഷങ്ങളൊക്കെ കണ്ട ശേഷം നമ്മൾ മുകളിലോട്ട് അവരുടെ റെസ്റ്റോറൻറ്റിൽ പോവാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഓർഗാനിക് ഫുഡാണ്. അപ്പോൾ അതിൻ്റേതായ പ്രൈസ് ഉണ്ട്. എന്നാൽ ഓവർലി പ്രൈസ്ഡുമല്ല. ഇവിടുത്തെ സ്റ്റാഫൊക്കെ നമ്മുടെ കൗബോയ് കൗഗേൾ സ്റ്റൈല് ഒരു ഡ്രസ് കോഡൊക്കെയാണ് ഇട്ടിരുന്നത്. വളരെ നല്ല രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അതുപോലെ റെസ്റ്റോറൻറ്റ് വളരെ ഹൈജീനിക്കാണ്. ഇവിടെ നമ്മുടെ ഫാം ഹൗസിൻ്റെ ആ ഒരു ട്രഡീഷൻ കാണിക്കാൻ വേണ്ടി അവരുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫാമിൻ്റെ ബാക്കിലുള്ള ലാൻഡും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കാണാം. ഇപ്പം ബ്രിട്ടനിൽ ഒരുപാട് ഫാമേഴ്സ് ഉണ്ട്. ഒരുപാട് കഠിനാധ്വാനികളായ മനുഷ്യർ ഇവിടെ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ ഫാമിങ്ങിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ഓർഗാനിക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ആ ഒരു പഴയ രീതിയിലേക്ക് പോയി നല്ല ക്വാളിറ്റിയുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ ആഹാരമൊക്കെ കഴിക്കാനായിട്ട് ഒത്തിരി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. റിന്യൂവബിൾ എനർജിയുടെ ഒരു കലവറ തന്നെ ആയതുകൊണ്ട് സ്കോട്ട്ലൻഡിലെ ഫാമേഴ്സിന് ഒരുപാട് എക്കണോമിക്കലി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. കാരണം എനർജി ബിൽസ് അവർക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ റിന്യൂവബിൾ എനർജിയിലൂടെ സാധിക്കുന്നുണ്ട്. ഇക്കൂട്ടിന് കുറച്ച് വികൃതി പിടിച്ച ടീംസാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി നല്ല ഫെൻസും ഗേറ്റും വെച്ചിട്ടുണ്ട്. ചാൻസ് കിട്ടിയാൽ ഇവർ ഇടിച്ച് പൊളിച്ച് പുറത്തിറങ്ങും.
ഫാം ഹൗസിൻ്റെ ട്രാക്ടർ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇവനെ പോയെന്ന് കണ്ടാലോ. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ബോയ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അന്നൊരു ടോയ് ട്രാക്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലി ഉണ്ടാക്കണം. ഈ ലൂണാർ പാരഗൺ റബ്ബർ സ്ലിപ്പേഴ്സ് വെട്ടി വീലുണ്ടാക്കിയിട്ട് കുറച്ച് വുഡൻ പാർട്സ് ഒക്കെ വെച്ചാണ് നമ്മൾ ടോയ് ട്രാക്ടർ ഉണ്ടാക്കിയിരുന്നത്. കാരണം പള്ളിപ്പെരുന്നാളിലാണ് വല്ലപ്പോഴും ഒരു ടോയ് കിട്ടുന്നത്. എന്നാലും ട്രാക്ടർ കിട്ടാൻ ചാൻസ് ഒന്നും ഇല്ലായിരുന്നു. നാട്ടിലൊക്കെ ഈ നമ്മുടെ പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടി നമ്മുടെ നിലം റെഡിയാക്കാനായിട്ട് ട്രാക്ടറുകൾ കൊണ്ടുവരുമായിരുന്നു. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഈ ട്രാക്ടർ വരുമ്പം അതിൻ്റെ ഈ പാടത്ത് വരമ്പത്തൂടെ പോയിട്ട് അത് കാണാനായിട്ട് ഇപ്പോൾ പോകുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഫാമിൻ്റെ ട്രാക്ടർ കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ ഒരു മെമ്മറീസൊക്കെ വരുന്നു. സ്കോട്ട്ലൻഡും ഹോഴ്സസുമായിട്ടുള്ള കണക്ഷൻ തുടങ്ങിയത് ഏകദേശം ഏർലി 2nd സെഞ്ച്വറി തൊട്ടാണ്. സ്കോട്ടിഷ് ജനതയുടെ ജീവിതത്തിൽ ഹോഴ്സസിനെ ഒഴിച്ചു മാറ്റി നിർത്തി ഒരു സംഭവവും ഇല്ല. UK ഹോഴ്സസ് പെർ പേഴ്സൺ എന്ന കണക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്കോട്ട്ലൻഡിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഹോഴ്സസിനോട് അവർക്കുള്ള ഒരു സ്നേഹവും റെസ്പെക്റ്റും കാണിക്കുന്നതിനായിട്ടാണ് കെൽപിസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഹോഴ്സ് ഹെഡ് സ്കൾപ്ചർ ഫോൾക്കിർക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കരുത്തിൻ്റെ പര്യായം എന്ന് പറയുന്ന പോലെ സ്കോട്ട്ലൻഡിൽ ക്ലൈഡ്സ്ഡെയിൽ എന്ന് പറയുന്ന ഒരു ബ്രീഡ് കുതിരകളുണ്ട്. ഇതിനെ കണ്ടിട്ട് ഏകദേശം നല്ല സാമ്യം തോന്നുന്നു. ഒരു രക്ഷയുമില്ലാത്ത കരുത്ത് കൂടിയ കുതിരകളാണവ. സ്കോട്ട്ലൻഡിൽ ഒരു ആനിമൽ പ്രൊട്ടക്ഷൻ ലോ ഉണ്ട്. നിങ്ങൾക്കൊരു പട്ടിയുണ്ട്, ആ പട്ടി പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷീപ്പിനെ ശല്യപ്പെടുത്തി അത് മിസ്കാരേജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40,000 പൗണ്ടിൻ്റെ പെനാൽറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ പട്ടിയുള്ളവർ ശ്രദ്ധിക്കുക. സ്കോട്ട്ലൻഡിൻ്റെ സ്വന്തം ഹൈലാൻഡ് കൗ, ഗേലിക് ലാംഗ്വേജിൽ ഇതിനെ ഹീലാൻഡ് കൂ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ മാത്രമായിട്ടുള്ള റീൽസും ഷോർട്സും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടികളുള്ളവരൊക്കെ അവരെ ഹോളിഡേയ്സിനും അതുപോലെ ഔട്ടിങ്ങിനും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെയുള്ള ഫാമും അതുപോലെ നല്ല നല്ല പാർക്കുകളിലും ഒക്കെ കൊണ്ടുപോയി അവരെ നേച്ചറുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്ത് വളർത്തുക, നല്ലൊരു ചൈൽഡ്ഹുഡ് കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം.